സരസ്വതി മാം പുറപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ അക്കാദമിക് വർഷത്തിൽ ഫസ്റ്റ് അസംബ്ലി അപ്പോൾ പുറത്തേക്ക് വിടില്ല, ഉച്ച സമയങ്ങളിൽ പുറത്തേക്ക് വിടില്ല എന്ന് പറയുന്നു. മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്ന് പറയുന്നു. കൃത്യമായിട്ട് 8:50 തന്നെ ക്ലാസ്സിൽ കയറണമെന്ന് പറയും. ഇന്റർവെൽ സമയം കഴിഞ്ഞാൽ പുഴ ശാന്തമായിട്ട് തന്നെ ഒഴുകട്ടെ. നിങ്ങളെന്ന പുഴ മുന്നിലുള്ള എല്ലാവർക്കും ഉയരെയിരുന്ന് നല്ല നല്ല ചിന്തകൾ കൈമാറുന്നു. അതുകൊണ്ട് ഇപ്പൊ 20 മിനിറ്റ്സ് അസംബ്ലി ആക്ച്വലി 20 മിനിറ്റ് നേരത്തെ ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ 5 മിനിറ്റിലേക്ക് ഒരു പ്രോഗ്രാമിനകത്ത് ഇന്ന് പ്രിൻസിപ്പലിന് കുറച്ച് അധികം പറയാനുണ്ടാകുന്ന ബാക്കി പിന്നെ നിങ്ങൾക്ക് ലക്ഷദ്വീപിന്റെ സൗന്ദര്യം കാണിച്ചു തരുന്ന ഒരു ഫിലിമാണ് അനാർക്കലി മൂവി. ലക്ഷദ്വീപിനെ പറ്റി പറയുന്നത് അവിടുത്തെ സ്കൂബ ഡൈവിംഗ്, ഫിഷിംഗ് ആൻഡ് സ്കൈവ്യൂ ഒക്കെയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോ ആൻഡ്രാൻഡൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ വേറെ എവിടെ ചെന്നാലും ആസ്വദിക്കാൻ പറ്റാത്ത ഒരുപാട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊടുക്കപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ആ അനുഭവമാണ് അവൾ ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത്. തന്റെ അനുഭവങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും താൻ അനുഭവിച്ചിട്ട ചുറ്റുപാടുകളും പരിചയപ്പെട്ട ആളുകളും ഒക്കെ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടാന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിൽ ചിലപ്പോൾ ക്ലാസ് നല്ല തമാശക്കാണെങ്കിലും ഇംഗ്ലീഷ് ഇങ്ങനെ പൊട്ടത്തെറ്റായിരിക്കും പറയുന്നത്, പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ പറയും. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെ എനിക്ക് എൻ്റെ എന്താ അറിയില്ല, ഞാനൊരു ഹൈസ്കൂൾ പഠിക്കുന്ന കാലം മുതലാണ് എനിക്ക് ഈ ഒരു ചിന്ത വന്നത്, ഒരു എംബിഷൻ, ഒരു ഞാൻ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ പ്രസംഗങ്ങളും അതുപോലെ തന്നെ മോണാക്റ്റുകളും നാടകങ്ങളും അതെല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടിയായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. പിന്നെ ചുറ്റുപാടുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവും. പിന്നെ പറയാനുള്ളത് ചില മെയിൻ ഉറക്കം പിന്നെ പറയണ്ടല്ലോ, നമുക്കത് മെയിൻ അല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർ രാവിലെ പഠിക്കും വയ്ക്കും, ചില ആൾക്കാർ നട്ടിച്ചൊക്കെ പഠിക്കുന്നു, ചില ആൾ നട്ടപ്പാതിരാക്കി പഠിക്കുമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ സയൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏർലി ആയിട്ട് പോയി നോക്കിയപ്പോൾ ആ ബട്ടർഫ്ലൈ പ്യൂപ്പലിന് പുറത്തേക്ക് വരാൻ സ്ട്രഗിൾ ചെയ്യുന്ന അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹം